Open that. Switch on the fan. Main switch off. Inverter connected item. എന്തുകൊണ്ട് ഫാൻ ഓഫ് ആയി? ഒരുപക്ഷെ ഇത് കേടായിരിക്കും സർ. ആ ഇൻവെർട്ടർ സ്വിച്ച് ഓൺ ചെയ്യൂ. സി, അപ്പൊ ആരോ ഇൻവെർട്ടർ ഓഫ് ചെയ്തിരുന്നു. എന്തിനാണ് സർ? പഠിക്കുന്ന കാലത്ത് രശ്മിക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നു? ഐ മീൻ എനി ലവ് അഫെയർസ്? അങ്ങനെയൊന്നുള്ളത് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. പിന്നെ മോഹൻ സാറും ഇഷ്ടത്തിലായിരുന്നു അറിഞ്ഞപ്പോ ഞങ്ങൾക്കതൊരു ഷോക്കായിരുന്നു. പക്ഷെ വിവാഹം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളത് അറിഞ്ഞത്. ആ കൊച്ചൊരു പ്രത്യേക സ്വഭാവകാരിയാ സാറേ. ഇവിടെ മിക്കവാറും വരാറുണ്ട്. നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് അടുപ്പത്തിലായിരുന്നു? എന്നോട് അത്ര അടുപ്പമുണ്ടായിട്ടല്ല. അച്ഛൻ ഇവിടെ നല്ലൊരു ലൈബ്രറി ഉണ്ട്. ബുക്ക് എടുക്കാൻ വേണ്ടി വരുന്നതാ. എന്നെ കാണാൻ വേണ്ടി മാത്രമായിട്ട് അവളോട് ഒരിക്കലേ വന്നിട്ടുള്ളൂ, 2 ആഴ്ച മുമ്പ്. എന്തിന്? ഞാൻ പ്രസവത്തിനെത്തിയ വിവരം അറിഞ്ഞിട്ട് വന്നതാ. എനിക്ക് തോന്നുന്നില്ല അന്നും കുറെ ബുക്ക് വാങ്ങിച്ചോണ്ടല്ലേ അത് പോയത്. അച്ഛന്റെ ബുക്കുകളൊന്നും അല്ലായിരുന്നു. കുറെ റെസിപ്പി ബുക്കുകൾ കണ്ടപ്പോ കോപ്പി എടുത്തിട്ട് ഉടനെ തിരിച്ചു തരാന്നും പറഞ്ഞ് കൊണ്ടുപോയതാ. ഒരു സുഹൃത്ത് എന്ന നിലയിൽ രശ്മിയെ കുറിച്ച് സുനിതയുടെ അഭിപ്രായം എന്താണ്? രഹസ്യങ്ങളുടെ ഒരു കലവറയായിരുന്നു അവളുടെ മനസ്സ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ അത്ര അടുത്തറിയാനും സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ അനീറ്റയോട് ചോദിച്ചാ? ആരായി അനീറ്റ? ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു, രശ്മിയുടെ ബെസ്റ്റ് ഫ്രണ്ട്. ഈ അനീറ്റ ഇപ്പൊ എവിടെയുണ്ട്? ഈ കലാപരിപാടി ആരാ സ്പോൺസർ ചെയ്തത്? ജോൺ സാമുവൽ. Mr. John Samuel, you are under arrest. പിന്നെ വിളിക്കാം. I am arresting Mr. James Joseph IPS, who is under suspension.
for conspiracy and fabricating the suicide note of late Rashmi Mohan. Please come. നിങ്ങൾ ഈ സിദ്ദിഖിനെ അറിയും. പണ്ട് ഇയാൾ ഒരു വ്യാജരേഖ കേസിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് ആ കേസിൽ നിന്ന് ഇയാളെ രക്ഷിച്ചെടുത്തത് നിങ്ങളാണ്. അല്ല, ഞാൻ നോ, നിങ്ങളുടെയും സാമുവലിന്റെയും ഫോൺ ബില്ലിൽ നിന്ന് കിട്ടിയ നമ്പർ വെച്ച് ഞങ്ങൾ ഇയാളെ ട്രേസ് ചെയ്തു. തത്ത പറയുന്നത് പോലെ ഇയാളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. രശ്മിയുടെ മരണവിവരം അറിയിച്ചതിന് തൊട്ടു പിന്നാലെ സാമുവൽ എന്നെ കാണാൻ വന്നു. ആത്മഹത്യയാണെന്ന് ഉറപ്പാ, പക്ഷേ എഴുത്തൊന്നും കിട്ടിയിട്ടില്ല. അവിടുന്ന് ഒരു ആത്മഹത്യാക്കുറിപ്പ് കിട്ടിയാലോ? ഇനി അതെങ്ങനെ സാധിക്കും? പോലീസ് അവിടെ കയറി പരിശോധന കഴിഞ്ഞില്ലേ? അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. തന്നോട് നേരിട്ട് അന്വേഷിക്കാനല്ലേ DGP പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് താൻ അവിടെ ചെല്ലാതെ ഒന്നും നീങ്ങില്ലല്ലോ. താനൊന്ന് ഉഴപ്പി നിൽക്കി, അതിനോട് കാര്യം സാധിക്കാം. പക്ഷെ അതുകൊണ്ട് പ്രശ്നം തീരുന്നില്ല. രശ്മിയുടെ ഹാൻഡ് റൈറ്റിംഗ്. അതിനുള്ള ആളിനെ ഞാൻ അറേഞ്ച് ചെയ്തു തരാം. സിദ്ദിഖ് എന്ന് പറഞ്ഞ ഒരാൾ തന്നെ വിളിക്കും. താൻ അയാൾ ആവശ്യപ്പെടുന്നങ്ങ് ചെയ്താൽ മതി. എന്നാ സമയം കളയുന്നില്ല, ഞാൻ ഇറങ്ങാം. പിന്നെ ഒരു കാര്യം, ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും അപകടം മണത്താൽ വിട്ടുകളഞ്ഞേക്കാം. ശരി. സർ, മരണം നടന്ന വീടിന് ഏറ്റവും അടുത്തായി പാറപ്പൊടി ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഏരിയയിലാണ് സർ.